മഞ്ചാടി, എന്റെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ മാറിയോ? മാറിയച്ച, ഇപ്പൊ എനിക്കൊന്നുമില്ല. ഞാൻ സുഖായിരിക്കാം. എന്ത് സുഖം? എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചുപോയി. നിന്നെ കാണുമ്പോ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയതായിട്ട് അച്ഛന് തോന്നുന്നത്. അതൊക്കെ അച്ഛന് മോളോടുള്ള വാത്സല്യം കൊണ്ട് തോന്നുന്നത്. അച്ഛനകത്തേക്ക് വാ വാ. അല്ല, മാഷായിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം മാഷേ. ജീവന്റെ അമ്മയും വയ്യാണ്ടിരിക്കാന്ന് അനുപമ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് മാഷേ. ഇപ്പൊ മരുന്ന് കഴിച്ചിട്ടൊന്നും മയങ്ങുക. ശരി, അച്ഛനിരിക്ക. അമ്മോട് വരുമ്പോ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ശരി മോളെ. നിനക്ക് കുറച്ചു ദിവസം അനുചേച്ചിയുടെ കൂടെ പോയി റെസ്റ്റ് എടുത്തുകൂടെ? ഇവിടെ ജീവന്റെ അമ്മയാണെങ്കിലും വയ്യാതെ കിടക്കുമ്പോ എങ്ങനെ മോളെ? ഞാനും രജനിയും ആവുന്നത്ര നിർബന്ധിച്ചതാ മാഷേ. 2 ദിവസമെങ്കിലും അനുചേച്ചിയുടെ കൂടെ പോയി നിൽക്കാൻ. അതായിരുന്നില്ലേ മോളെ നല്ലത്? ഇവിടെ ഇപ്പൊ നീയും കൂടി ഉള്ളത് ഇവരെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ ഉള്ളൂ. ഇല്ലച്ച, ഇവിടെ എല്ലാവർക്കും ജീവനെ ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഉള്ളത് വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് ഒരു ആശ്വാസ അല്ലേ അച്ഛ? അങ്ങനെയാണെങ്കിൽ ഞാൻ അനുവിനെ ഇങ്ങോട്ടേക്ക് അയക്കാം. അവള് കുറച്ചു ദിവസം ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇവള് കോളേജിൽ ചേരാൻ ടൗണിലേക്ക് വരുന്നത് വരെ ഞാനും എൻ്റെ മോളൊന്നും വീട് വിട്ട് നിന്നിട്ടില്ല. ഇവളുടെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒരു കണ്ണുണ്ടാവും. സ്വന്തം കാര്യത്തിലൊരു ശ്രദ്ധയില്ലാത്ത കുട്ടിയാ. എല്ലാം ശ്രദ്ധിക്കാൻ അച്ഛനും ചേച്ചിമാരും ഒക്കെ ചുറ്റുമുള്ളതുകൊണ്ടാവും അല്ലേ? കുളി കഴിഞ്ഞ് തലയിൽ രാസ്നാദിപ്പൊടി ഒന്ന് ഇടാനാ ഏറ്റവും മടി. അത് ചേച്ചിമാരെ എത്ര നിർബന്ധിച്ചാലും സമ്മതിക്കില്ല. അവസാനം പിന്നെ ഞാൻ തന്നെ പിടിച്ചിരുത്തി തലയിൽ രാസ്നാദിപ്പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതെ, ഇപ്പോഴേ അതൊന്നും ചെയ്യാത്തോണ്ടാവും ഈ പനിയൊക്കെ വന്നത്. സൂക്ഷിക്കണം മോളെ, കേട്ടോ? അച്ഛനിപ്പോഴും നീ കൊച്ചുകുട്ടിയാ. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ അച്ഛന് വയ്യ. എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല അച്ഛ. ജീവന്റെ അച്ഛനും അമ്മയും എന്നെ നന്നായിട്ട് എന്നെ നോക്കുന്ന. എനിക്കിപ്പോ കുറച്ച് സങ്കടങ്ങളേ ഉള്ളൂ. അത് മാറുമെന്നുള്ള വിശ്വാസമുണ്ട്. അച്ഛനിരിക്കെ, ഞാൻ അച്ഛനൊരു ചായ ഇട്ട് തരാം. മാഷിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യാനാ? ഞങ്ങൾ മോളോട് തിരിച്ചു പോകാൻ പറഞ്ഞ അവക്കത് വലിയ സങ്കടാവും. വേണ്ട, ഒന്നും പറയണ്ട. അവളുടെ മനസ്സ് പറയുന്നത് പോലെ മുന്നോട്ട് പോട്ടെ. എന്റെ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ആശ്വസിക്കാൻ പറ്റുമല്ലോ.